അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും വിഷമങ്ങളും ദുഃഖങ്ങളും വിട്ടകലുവാൻ, എല്ലാ രോഗങ്ങൾക്കും ശമനം ലഭിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വിട്ടകലുവാൻ, നമുക്ക് സ്വാലിഹായ നല്ല സന്താനങ്ങൾ ലഭിക്കുവാനൊക്കെ പതിവായി ഓതേണ്ട പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം. ഏറ്റവും കൂടുതൽ മഹത്വമേറിയ ദിവസങ്ങളാണ് നമ്മിലേക്ക് ആഗതമാകാൻ പോകുന്നത്. ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ദിവസങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ദിവസം എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക. അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന പരിശുദ്ധ ഖുർആനിലെ 89ാമത്തെ സൂറത്ത്, അതായത് സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത്, മൻ ഖറഅ സൂറത്തുൽ ഫജ്രി, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ ഓതിക്കഴിഞ്ഞാൽ, ഫിൽ ലയാലിൽ അശ്രി, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ ഈ ഒരു സൂറത്ത് ഓതിയാൽ ഗുഫിറ ലഹു, അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹബീബായ പ്രവാചകൻ പറഞ്ഞ മഹത്തായ ഒരു സൂറത്താണ്. അതുപോലെ തന്നെ വമൻ ഖറഅഹ ഫീ സാഇറിൽ അയ്യാമി, മറ്റുള്ള ദിവസങ്ങളിൽ ഈ സൂറത്തുൽ ഫജ്ർ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അത് അവനൊരു പ്രകാശമായിരിക്കും എന്ന് ഹബീബായ പ്രവാചകൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടകലുവാൻ, നമുക്ക് സ്വാലിഹായ സന്താനങ്ങൾ ലഭിക്കുവാൻ പതിവായി സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ പതിവായി ഓതുക. പ്രത്യേകിച്ചും ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ മഗ്രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഫജ്ർ ഓതുന്ന കാര്യം നാം മറന്നു പോകരുത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.